എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു ചായക്കട റെസിപ്പിയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, ടേസ്റ്റാണ്. ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബ്രെഡ് മാത്രം മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. മധുരമുള്ള മിൽക്ക് ബ്രെഡ് എടുക്കുന്നതാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 3 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ചെറിയ കപ്പാണ്, 100 ml തന്നെ ഇല്ല. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്. പിന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ചേർത്തൊന്ന് കലക്കിയെടുക്കണം. ഒരുപാട് അങ്ങ് ലൂസായിട്ട് കലക്കരുത്. അപ്പം ഞാൻ 3 കപ്പ് മൈദാമാവിന് ഇവിടെ ആദ്യം 2 കപ്പ് വെള്ളം ഒന്ന് ചേർത്തൊന്ന് കലക്കി നോക്കുകയാണ്. ഓരോരുത്തരുടെയും മൈദാമാവിൻ്റെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് കലക്കി നോക്കുക. അപ്പോൾ ഞാൻ 1 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങ് താന്ന് പോകാതെ ആ പോകുന്ന വഴിയൊക്കെ ഒന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഈ സമയത്ത് നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിന്ന് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയാണെങ്കിലും ഉപയോഗിക്കാം. ഇനി ഈ ബ്രെഡ് ഇതിൽ മുക്കി ഒന്ന് പൊരിക്കണം. നമ്മൾ ഒരുപാട് നേരം സോക്ക് ചെയ്തൊന്നും വെക്കരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക. നമ്മൾ കറക്റ്റ് ഏത്തക്കാപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ തീ ഒരു മീഡിയം ലോയിൽ വേണം വെക്കാനായിട്ട്. കുറച്ച് നേരം എടുത്ത് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് കളർ മാറേണ്ടതൊന്നും ആവശ്യമില്ല. ചെറിയൊരു ഗോൾഡൻ യെല്ലോ കളറിൽ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ഒഴിച്ച് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് ചെയ്യുന്നതുകൊണ്ട് 1-2 പ്രാവശ്യം ഇങ്ങനെയൊന്ന് തിരിച്ചും മറിച്ചു വിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. എന്നാലേ ആ സൈഡിലുള്ള മാവൊക്കെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു കളറാകുമ്പോൾ കോരി മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബാറ്ററിൻ്റെ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാറ്റർ കലക്കാനായിട്ട് ഇതുപോലെ അടി വരുന്ന ഒരു പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രെഡൊക്കെ വെച്ച് കോട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെ തന്നെ ഒരു സ്പൂൺ വെച്ച് നമുക്ക് കയ്യിലൊന്നും പറ്റിക്കാതെ ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരുപാട് പേർക്ക് ഓൾറെഡി അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.